വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഹെയറിലൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ മാസം അതായത് ഒക്ടോബർ 15 ഞാൻ ഹെയർ ബോട്ടോക്സ് ചെയ്യുന്നത്. നമ്മുടെ കാലിക്കറ്റ് ടൈപ്പ് സലൂൺ വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോയിട്ട് കാണുക. വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ അതിൻ്റെ എന്തൊക്കെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ടൈമും എടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി എൻ്റെ ഹെയറിൻ്റെ അപ്ഡേഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തേക്ക് ഇപ്പോൾ ഒരു മാസവും ഒരു 1 വീക്കും കഴിഞ്ഞിട്ടുണ്ട്. ഷാംപൂ വാഷ് ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. അതാണ് ഹെയർ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ഹെയർ സെറം യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്ന് വെച്ചാൽ സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ ആണ്. നമ്മുടെ ലോറിയലിൻ്റെ ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഹെയർ വാഷിൻ്റെ ഡ്യൂറേഷൻ പറയുകയാണെങ്കിൽ ഒരു വീക്ക്ലി വൺസ് മാത്രമേ ഞാൻ വാഷ് ചെയ്യാറ്. എൻ്റെ സെക്കൻഡ് ഹെയർ വാഷിൻ്റെ സമയത്ത് തന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിയുടെ എൻഡാൻ തുടങ്ങി. ഞാൻ ശരിക്കും പേടിച്ചു പോയിട്ട്, കാരണം വാഷ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. സെക്കൻഡ് വാഷിന് തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം ഒരു 2 മന്തെങ്കിലും നിൽക്കുമെന്നൊരു സംശയം വന്നു. പിന്നെ ഹെയറിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ ചെറുതായിട്ട് ബെൻഡ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ ഒരു ബെൻഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്തിൻ്റെ ടൈമാണോ എന്ന് എനിക്കറിയില്ല. 3rd വാഷൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ ഈ ഒരു സ്ട്രൈറ്റ് ലുക്ക് മാറിയിട്ട് കുറച്ചൊരു വേവി ടൈപ്പിലേക്ക് മാറും. നമ്മുടെ ഹെയർ ടെക്സ്ചർ കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നും. ട്രീറ്റ്മെൻറ്റിൻ്റെ മുൻപ് എനിക്ക് ഹെവി ഹെയർ ഫോൾ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു 2 to 3 days എനിക്ക് ഹെയർ ഫോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ശേഷം ചെറുതായിട്ട് വന്നു തുടങ്ങി കേട്ടോ. ഇതിന് കഴിഞ്ഞ് അപ്പോൾ തന്നെ എടുത്തൊരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം, അത് കണ്ടു നോക്കും. എൻ്റെ മൈക്കിൽ ചാർജ് തീർന്നു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയറിൻ്റെ സ്ഥിതി. കുറച്ച് വേദിയൊക്കെ ആയിട്ട് അത്യാവശ്യം ഭംഗിയിൽ കിടക്കും. ഇപ്പോൾ ഒരു 1 month ആവുന്നതല്ലേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് മൊത്തം പോവുമായിരിക്കും. 3 to 4 months ആണല്ലോ ഗ്യാരണ്ടി തന്നിരിക്കുന്നത്. അതിനുശേഷം അത് പോവുമായിരിക്കും. 3 months ഒക്കെ ആകുമ്പോഴേക്കും നമ്മളൊരു 12-13 ഒരു വാഷ് കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ നോർമലിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ചെറിയൊരു ബെൻഡൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായി. സോ ഗൈസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ മുന്നത്തെ വീഡിയോ നിങ്ങൾ പോയിട്ട് കാണുക. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.